Hello friends, welcome back to another series of video from Study Botany. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബയോളജി ചാപ്റ്റർ 4 ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്റർ ആണ്. കഴിഞ്ഞ 3 ചാപ്റ്റേഴ്സിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ആനിമൽ കിങ്ഡം. അതിന് കാരണം ഇതിൽ നമുക്ക് 11 ഫൈലം പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ 11 ഫൈലംസിന് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്. ഈ എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ ഓർത്തു വെക്കണം. മാത്രമല്ല ആനുവൽ എക്സാംസിനും അതുകൂടാതെ തന്നെ നീറ്റ് എക്സാംസിനും ക്യാരക്ടേഴ്സ് തന്നിട്ട് ഇത് ഏതാണ് ഫൈലം എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ഫൈലം തന്നിട്ട് അതിൻ്റെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഇതുകൂടാതെ തന്നെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ ടേംസും ഒക്കെ ഉള്ളൊരു ചാപ്റ്ററാണ് ആനിമൽ കിങ്ഡം. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ ഒറ്റ തവണ വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേ ദിവസം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, എക്സാമ്പിൾസ് യൂസ് ചെയ്ത് ഓരോ ഫയലും പഠിക്കാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആനിമൽ കിങ്ഡത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 11 ഫൈല പഠിക്കാനുണ്ട്. സോ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ, ആനിമൽ കിങ്ഡത്തിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്. ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആനിമൽ കിങ്ഡത്തിൽ നമുക്ക് പഠിക്കാനുള്ള 11 ഫൈല, അതിന്റെ പേരുകളൊക്കെ ഒന്ന് ഫെമിലിയർ ആവുക, ഓരോ ഫൈലയ്ക്കും അതിന്റെ പെർട്ടിക്കുലർ പേര് വരാനുള്ള കാരണം എന്താണ്, അതുപോലെ തന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ പക്ഷെ മറ്റൊരു ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആദ്യം തന്നെ ഈ ആനിമൽ കിങ്ഡത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിഫറെന്റ് ടേംസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, എന്തിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് ഓരോ ഫൈലമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരാനുള്ള കാരണം ഇത് തന്നെയാണ്. ബിക്കോസ് ആദ്യം തന്നെ ഓരോരോ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറയുന്നു, അതിന് എക്സാമ്പിൾ ആയിട്ട് ഓരോ ഫൈല നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത് ഈ ഫൈൽ എന്തുകൊണ്ടാണ് ഇതിൽ വന്നത്, അല്ലെങ്കിൽ ഈ ഫൈലിലെ മെമ്പേഴ്സിന്റെ കോമൺ ക്യാരക്ടർ എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് മൊത്തം കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് പലർക്കും ഈ ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്റർ എളുപ്പമല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ആനിമൽ കിങ്ഡത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 11 ഫൈല ഏതൊക്കെയാണ്, അതിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഓരോ ഫൈലയുടെ നെയിംസും കറക്റ്റ് ഓർഡറിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ 4.4 കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പൊ നമ്മൾ ആ എൻറ്റയർ ചാർട്ട് മൊത്തം നോക്കണ്ട, അതിന്റെ എൻഡിൽ വരുന്ന ലാസ്റ്റ് പോർഷൻ ഫൈലം ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ആ ഭാഗം മാത്രം നോക്കിയാൽ മതി. അപ്പം ഫൈലം ഇവിടെ കറക്റ്റ് ഓർഡറിൽ 11 ഫൈല കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫൈലം പോറിഫെറ, ഫൈലം സീലൻഡ്രേറ്റ ഓ നിഡേറിയ, ഫൈലം ടീനോഫോറ, ഫൈലം പ്ലാറ്റിയൽമിന്തസ്, ഫൈലം ആസ്കൽമിന്തസ്, ഫൈലം അനലിഡ, ആർത്രോപോഡ, മൊലസ്ക, എക്കിനോഡോമേറ്റ, ഹെമിക്കോഡേറ്റ ആൻഡ് കോഡേറ്റ. സോ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും ആദ്യം വരുന്ന ഫൈല പോറിഫെറയാണ്, ഏറ്റവും ലാസ്റ്റ് വരുന്ന ഫൈലാണ് കോഡേറ്റ. സോ കോഡേറ്റ ആയിരിക്കും ഈ ആനിമൽ കിങ്ഡത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാറ്റഗറി ഓഫ് ഓർഗാനിസംസ്. അതുപോലെ സ്പോഞ്ചസ് ആണ് ഫസ്റ്റ് വരുന്ന ഫൈലം. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും ഫൈലം പോറിഫെറയിൽ വരുന്ന മെമ്പേഴ്സിന് ഉണ്ടാവുന്നത്. സോ നമ്മൾ ആനിമൽ കിങ്ഡത്തിലെ ആദ്യത്തെ ഫൈലായും പഠിച്ചു, എൻഡിൽ അവസാനം വരുന്ന ഫൈലയും പഠിച്ചു. ഫസ്റ്റ് വരുന്ന ഫൈലാണ് പോറിഫെറ, ലാസ്റ്റത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈലാണ് കോഡേറ്റ. ആദ്യം നമുക്ക് ആനിമൽ കിങ്ഡത്തിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ്, ആനിമൽ കിങ്ഡത്തിന്റെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഇത് മനസ്സിലാക്കുന്നതിന് കുറച്ചുകൂടി എളുപ്പം പ്ലാന്റ് കിങ്ഡവും ആനിമൽ കിങ്ഡവും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ്. പ്ലാൻ കിങ്ഡം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോസ് കണ്ടു നോക്കുക, അതിന്റെ ലിങ്ക് മുകളിൽ കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ രണ്ട് കിങ്ഡത്തിന്റെയും മോഡ് ഓഫ് ന്യൂട്രീഷൻ, അവരെങ്ങനെയാണ് അവർക്ക് വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം പ്ലാന്റ്സിന്റെ കാര്യം നമുക്കറിയാം. പ്ലാന്റ്സിൽ ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ് എന്ന ഭാഗമുണ്ട്. ഇതിനുള്ളിൽ ഹരിതകം എന്ന വർണ്ണകം അഥവാ ക്ലോറോഫിൽ പിഗ്മെന്റ്സ് കാണാൻ പറ്റും. ഈ ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ആണ് പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട ഫുഡ് അവർ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യും. അവർക്ക് സൺലൈറ്റ്, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഓരോ പ്ലാന്റും അവർക്ക് വേണ്ട ഫുഡ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യും. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് എപ്പോഴും ഓട്ടോട്രോഫ്സ് ആയിരിക്കും. ഓട്ടോട്രോഫ്സ് മീൻസ് അവർക്ക് വേണ്ട ഫുഡ്, അവർക്ക് വേണ്ട ആഹാരം അവർ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അതേസമയം ആനിമൽ കിങ്ഡത്തിലുള്ള മെമ്പേഴ്സിന്റെ കാര്യവും, നമ്മളൊക്കെ ആനിമൽസ് ആണ്. അപ്പം നമുക്ക് വേണ്ട ഫുഡ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യലല്ലോ ചെയ്യുന്നത്. പ്ലാന്റ്സ് അല്ലെങ്കിൽ മറ്റുള്ള ജീവികൾ അവരുടെ ശരീരത്തിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡ് നമ്മൾ ഭക്ഷിക്കുന്നു. അതിലൂടെ നമ്മൾ നമുക്ക് വേണ്ട എനർജി കണ്ടെത്തുന്നു. അങ്ങനെയാണ്
നമ്മൾ ഹ്യൂമൻസ് അല്ലെങ്കിൽ ആനിമൽസ് ഒക്കെ ജീവിക്കുന്നത്. സോ ആനിമൽ കിങ്ഡത്തിലെ മെമ്പേഴ്സ് ഒന്നും സ്വന്തമായിട്ട് ഫുഡ്, അവർക്ക് വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്യാത്തവരാണ്. അതുകൊണ്ട് തന്നെ അവർ ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് ആയിരിക്കും. ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് മീൻസ് ദേ ഡോണ്ട് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. അവർക്ക് വേണ്ട ആഹാരം അവർ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല. അവർ മറ്റുള്ള ജീവികളെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അതിപ്പോൾ പ്ലാന്റ്സിനെ ആവാം അല്ലെങ്കിൽ ആനിമൽസിനെ ആവാം, ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ മെമ്പേഴ്സ് ഓഫ് ആനിമൽ കിങ്ഡംസ് ആർ ഓൾ ഹെട്രോട്രോഫിക് ഓർഗാനിസംസ്. അടുത്ത പ്രത്യേകതയാണ് അവരുടെ സെൽ. നമ്മൾ പ്ലാന്റയിൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസിനെ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിനെയും കണ്ടിട്ടുണ്ട്. യൂണിസെല്ലുലാർ ഓർഗാനിസംസിന് എക്സാമ്പിൾ ഏതായിരുന്നു? ക്ലാമിഡോമോണസ്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിന് എക്സാമ്പിൾ ആണ് നമ്മൾ കാണുന്ന പ്ലാന്റ്സ് സച്ച് ആസ് ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേം, ആൻജിയോസ്പേംസ്. ഇതെല്ലാം മൾട്ടി സെല്ലുലാർ ആയ പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ്. എന്നാൽ ആനിമൽ കിങ്ഡത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ നമുക്ക് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു ഓർഗാനിസംസിനെ പോലും കാണാൻ പറ്റില്ല. എല്ലാ ഓർഗാനിസംസും മൾട്ടി സെല്ലുലാർ ആയിരിക്കും. അപ്പം നമ്മൾ മറ്റൊരു പ്രത്യേകത കൂടി പഠിച്ചു. ദാറ്റ് ഈസ് ഓൾ മെമ്പേഴ്സ് ഓഫ് ആനിമൽ കിങ്ഡം ആർ മൾട്ടി സെല്ലുലാർ. ഇപ്പോൾ ടോട്ടൽ നമ്മൾ 2 ക്യാരക്ടേഴ്സ് ആണ് പഠിച്ചത്. ഒന്ന് അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ, അതായത് പ്ലാന്റ് കിങ്ഡം ഓട്ടോട്രോഫിക് ആയിരിക്കും, ആനിമൽ കിങ്ഡത്തിലെ മെമ്പേഴ്സ് എല്ലാം ഹെട്രോട്രോഫിക് ആയിരിക്കും. രണ്ടാമത്തെ അവരുടെ ബോഡി ഓർഗനൈസേഷൻ. പ്ലാന്റ് കിങ്ഡത്തിൽ നമുക്ക് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിനെ കാണാൻ പറ്റും. എന്നാൽ ആനിമൽ കിങ്ഡത്തിൽ നമുക്ക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അടുത്തതാണ് ഇവരുടെ ക്ലാസിഫിക്കേഷൻ. പ്ലാന്റ്സിനെ നമ്മൾ എങ്ങനെയായിരുന്നു ക്ലാസിഫൈ ചെയ്തത്? അത് 3rd ചാപ്റ്ററിലെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്ലാന്റ് കിങ്ഡത്തിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ക്രിപ്റ്റോഗ്യാമെ ആൻഡ് ഫെനിറോഗ്യാമെ. ക്രിപ്റ്റോഗ്യാമയിലുള്ള മെമ്പേഴ്സ് എല്ലാവരും സീഡ്ലെസ് പ്ലാന്റ്സ് ആയിരിക്കും, അതായത് അവർ സീഡ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഫെനിറോഗ്യാമ മെമ്പേഴ്സ് എല്ലാവരും സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് ആയിരിക്കും. ആൻഡ് ക്രിപ്റ്റോഗ്യാമയിൽ വരുന്ന മെമ്പേഴ്സ് ആണ് ആൽഗെ, ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ്. ഫെനിറോഗ്യാമയിൽ വരുന്ന മെമ്പേഴ്സ് ആണ് ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം. ഇങ്ങനെ നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിൽ ടോട്ടൽ 5 ഫൈല ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദേ ആർ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം. അതുപോലെ തന്നെ ആനിമൽ കിങ്ഡത്തിനെയും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ പാരാസോവ ആൻഡ് യൂമെറ്റാസോവ. സോ ഈ പാരാസോവ, യൂമെറ്റാസോവ എന്ന് പറയുന്ന ടേംസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റില്ല. പക്ഷേ നമ്മളെ നീറ്റ് എക്സാമിന് ഈ 2 ടേംസ് ചോദിച്ചിട്ടുണ്ട്. സോ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പാരാസോവ, മെറ്റാസോവ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലാത്തവരാണെങ്കിൽ ഈ 2 ടേംസ് ഓർത്ത് വെക്കേണ്ടതില്ല. സോ ഈ പാരാസോവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ ലൈഫ് സൈക്കിളിൽ ഒരു ടൈപ്പ് ഓഫ് സെൽസ് മാത്രമേ കാണിക്കുകയുള്ളൂ. എന്നാൽ യൂമെറ്റാസോവയിലെ മെമ്പേഴ്സ് അവരുടെ ലൈഫ് സൈക്കിളിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽസ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് പാരാസോവ ഹാവ് ഓൺലി one kind of cell during their life cycle. Eumetasaura have many kind of cells during their life cycle. So പാരാസോവയിൽ നമുക്ക് ഒരേ ഒരു ഫൈലം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് പോറിഫെറ. അപ്പോൾ ടോട്ടൽ നമ്മൾ 11 ഫൈലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു ഫൈല വരുന്നത് പാരാസോവയിലാണ്. ബാക്കിയുള്ള 10 ഫൈല ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് യൂമെറ്റാസോവ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. സോ പാരാസോവയിലെ ഫൈലയാണ് പോറിഫെറ. കോമൺ ആയിട്ട് ഇവരെ അറിയപ്പെടുന്നത് സ്പോഞ്ചസ് എന്നാണ്. ആൻഡ് യൂമെറ്റാസോവയിൽ വരുന്ന ബാക്കി 10 ഫൈലാസ് ആണ് സീലൻഡ്രേറ്റ ഓർ നിഡേറിയ, ടീനോഫോറ, പ്ലാറ്റിയൽമിന്തസ്, ആസ്കൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡോമാറ്റ, ഹെമിക്കോഡേറ്റ ആൻഡ് കോഡേറ്റ. സോ അങ്ങനെ നമ്മൾ ക്ലാസിഫിക്കേഷനും പഠിച്ചു. ദാറ്റ് ഈസ് പ്ലാന്റ് കിങ്ഡത്തിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ ക്രിപ്റ്റോഗ്യാമെ ആൻഡ് ഫെനിറോഗ്യാമെ. ക്രിപ്റ്റോഗ്യാമയിൽ വരുന്നവരാണ് സീഡ്ലെസ് പ്ലാന്റ്സ്, അവർ സീഡ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ആൽഗെ, ബ്രയോഫൈറ്റ് ആൻഡ് ടെറിഡോഫൈറ്റ്. ആൻഡ് ഫെനിറോഗ്യാമയിൽ വരുന്ന മെമ്പേഴ്സ് ആണ് സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ്. ദേ ആർ ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. ഇതേപോലെ തന്നെ ആനിമൽ കിങ്ഡത്തിനെയും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ പാരാസോവ ആൻഡ് യൂമെറ്റാസോവ. പാരാസോവയിലുള്ള മെമ്പേഴ്സ് എല്ലാവരും അവരുടെ ലൈഫ് സൈക്കിൾ ഒരൊറ്റ ടൈപ്പ് ഓഫ് സെൽസ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് ദേ ഹാവ് ഓൺലി one kind of cells during their life cycle. ആൻഡ് യൂമെറ്റാസോവയിലെ മെമ്പേഴ്സ് എല്ലാവരും ഡിഫറെന്റ് കൈൻഡ് ഓഫ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഹാവ് മെനി കൈൻഡ് ഓഫ് സെൽസ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് സൈക്കിൾ. സോ ഈ 2 ടേംസും നീറ്റ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ 2 ടേംസും നീറ്റ് ആസ്പിരൻസ് ഓർത്ത് വെക്കുക. ആൻഡ് ഫസ്റ്റ് ഗ്രൂപ്പിൽ, അതായത് പാരാസോവയിൽ ഒരൊറ്റ ഫൈലം മാത്രമേ വരുന്നുള്ളൂ. ദാറ്റ് ഈസ് പോറിഫെറ ഓർ സ്പോഞ്ചസ്. ബാക്കിയുള്ള 10 ഫൈലം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് യൂമെറ്റാസോവ എന്ന ഗ്രൂപ്പിലാണ്. ദേ ആർ സീലൻഡ്രേറ്റ ഓർ നിഡേറിയ, ടീനോഫോറ, പ്ലാറ്റിയൽമിന്തസ്, ആസ്കൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡോമാറ്റ, ഹെമിക്കോഡേറ്റ ആൻഡ് കോഡേറ്റ. സോ ഈ ടേംസ് ഒക്കെ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ ഓരോ തവണ കേൾക്കുമ്പോഴും നമ്മൾ ഈ ടേംസ് എല്ലാം ഓർത്ത് വെക്കണം. ആൻഡ് ഇത് ഓർഡറിൽ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിനി നെക്സ്റ്റ് വരുന്ന പോർഷൻസ് ഈസി ആയിട്ട് മനസ്സിലാവുള്ളൂ. സോ നമുക്ക് ഓരോരോ ഫൈലായിട്ട്
ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ആദ്യം വരുന്ന ഫൈല ആണ് പോറിഫെറ. നമ്മൾ ഇപ്പം ഈ ഓരോരോ ഫൈലം പഠിക്കുമ്പോഴും നമുക്ക് അതിൽ അക്വാട്ടിക് ഓർഗാനിസംസിനെ അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്ന ഓർഗാനിസംസിനെ കാണാൻ പറ്റും. അതിപ്പോൾ പോറിഫെറ മുതൽ ലാസ്റ്റ് ഫൈലായിട്ടുള്ള കോഡേറ്റ വരെ എടുത്തു നോക്കിയാൽ അതിലെല്ലാം തന്നെ നമുക്ക് അക്വാട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസിനെ കാണാൻ പറ്റും. അതിന് കാരണം എന്താ? നമുക്കറിയാം, ജീവൻ ആദ്യം ഉണ്ടായത് ലാൻഡിലല്ല അല്ലെങ്കിൽ കരയിലല്ല, അത് വെള്ളത്തിലാണ്. ലൈഫിന്റെ സോഴ്സസ് നമുക്ക് ആദ്യം കണ്ടെത്താൻ പറ്റിയത് വാട്ടറിലാണ്. അവിടെ നിന്ന് എവല്യൂഷനിലൂടെ, പരിണാമത്തിലൂടെയാണ് പുതിയ ഓർഗാനിസംസ് രൂപപ്പെട്ടതും അവർ പിന്നീട് കരയിലേക്ക് വന്നതും അല്ലെങ്കിൽ ലാൻഡിൽ ജീവിക്കാൻ അഡാപ്റ്റഡ് ആയതും. അതുകൊണ്ട് തന്നെ ഈ ആനിമൽ കിങ്ഡത്തിൽ ആദ്യം വരുന്ന കുറച്ച് ഫൈല കംപ്ലീറ്റ്ലി അക്വാട്ടിക് ഓർഗാനിസംസിന്റെ ഗ്രൂപ്പുകളായിരിക്കും. സോ ഇതിലെ ആദ്യത്തെ ഗ്രൂപ്പാണ് പോറിഫെറ. പോറിഫെറ എന്ന് പറയുന്നത് മറൈൻ ഓർഗാനിസംസ് ആണ്. ഇവരെ നമുക്ക് എക്സ്ക്ലൂസീവ്ലി അക്വാട്ടിക് മറൈൻ എൻവയോൺമെന്റിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ് പോറിഫെറ. സോ ഇങ്ങനെയുള്ള ആനിമൽസ് ആണ് പോറിഫെറയ്ക്ക് എക്സാമ്പിൾ ആയിട്ടുള്ളത്. സോ ഈ പോറിഫെറയെ നമ്മൾ സ്പോഞ്ചസ് എന്നും വിളിക്കാറുണ്ട്. സോ പോറിഫെറ എന്ന പേരിന് മീനിങ് പോർ ബിയറിംഗ് എന്നാണ്. ദാറ്റ് മീൻസ് ഈ പോറിഫെറയിലെ മെമ്പേഴ്സിനെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അവരുടെ ബോഡി മൊത്തം ഹോൾസ് ആയിരിക്കും അല്ലെങ്കിൽ ചെറിയ ചെറിയ പോർസ് കാണാൻ പറ്റും. സോ പോർ ബിയറിംഗ് ആയിട്ടുള്ള, അതായത് ചെറിയ സ്മോൾ ടൈനി ഹോൾസ് ഉള്ള പ്ലാന്റ് ബോഡിയാണ് ഈ സ്പോഞ്ചസിൻ്റെത്. അതുകൊണ്ടാണ് ഇവരെ പോറിഫെറ എന്ന് പറയുന്നത്. ഈ ചെറിയ ചെറിയ ഓപ്പണിങ്സിലൂടെയാണ് അവർക്ക് വേണ്ട ഫുഡ് ഗ്യാദർ ചെയ്യുന്നത്. അതായത് ഈ ചെറിയ ചെറിയ ഓപ്പണിങ്സിലൂടെ വാട്ടർ ഇവരുടെ ഉള്ളിലേക്ക് എത്തുന്നു. അവിടെ വെച്ചിട്ട് ഈ വാട്ടറിലുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ കണ്ടൻസ് ഒക്കെ അവരുടെ ബോഡി അബ്സോർബ് ചെയ്യുന്നു. അതിനുശേഷം ഈ വാട്ടർ വീണ്ടും മറ്റൊരു ഹോളിലൂടെ പുറത്തേക്ക് പോകുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ ബോഡിയിൽ ഇത്രയും ഹോൾസ് ഉള്ളത്. ഈ ഹോൾസ് ആണ് ഇവർക്ക് വേണ്ട ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇങ്ങനെ കംപ്ലീറ്റ്ലി പോഴ്സ് ഉള്ള ഒരു സ്ട്രക്ചറാണ് ഫൈലം പോറിഫെറയിലെ മെമ്പേഴ്സിൻ്റെത്. സോ ഇവരുടെ സ്ട്രക്ചർ കണ്ടില്ലേ, അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഫൈലം പോറിഫെറ. ഇതിലെ മെമ്പേഴ്സ് ആണ് സൈക്കൺ, യൂസ്പോഞ്ചിയ ആൻഡ് സ്പോഞ്ചില്ല തുടങ്ങിയ ആൾക്കാർ. സോ നമ്മൾ ഇപ്പം ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കുന്നില്ല. ഓരോരോ ഫൈല, അതിന്റെ നെയിം, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്ത വീഡിയോസ് മുതൽ നമുക്ക് ഓരോരോ ഫൈലാസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അടുത്ത ഗ്രൂപ്പാണ് സീലൻഡ്രേറ്റ ഓർ നിഡേറിയ. അപ്പം ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെയും നമുക്ക് എക്സ്ക്ലൂസീവ്ലി മെറൈൻ ഹാബിറ്റാറ്റിലാണ് കാണാൻ പറ്റുന്നത്. സോ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർഗാനിസംസ് ഈ ഫൈലയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിന് നിങ്ങൾക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ജെല്ലി ഫിഷ് എന്ന് പറയുന്നത്. ഇവരെ നിഡേറിയ എന്നും വിളിക്കാറുണ്ട്. അതിന് കാരണം ഇവരിലെ നൈഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ഈ നൈഡോബ്ലാസ്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ ടെൻഡക്കിൾസിലാണ്. ഈ നൈഡോബ്ലാസ്റ്റിനെ തന്നെയാണ് നൈഡോസൈറ്റ്സ് എന്നും പറയുന്നത്. സീലൻഡ്രേറ്റ എന്ന ഫൈലത്തിലെ മെമ്പേഴ്സിലെല്ലാം തന്നെ ഈ നൈഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ കാണാൻ പറ്റും. അതായത് ഇവരുടെ ടെൻഡക്കിൾസിൽ നമുക്ക് നൈഡോബ്ലാസ്റ്റ് കാണാൻ പറ്റും. ഈ നൈഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. സോ ഈ നൈഡോബ്ലാസ്റ്റ് യൂസ് ചെയ്യുന്നത് യൂഷ്വലി ഒരു പെർട്ടിക്കുലർ സർഫസിലേക്ക് ആങ്കർ ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പ്രേ അവരെ പിടിക്കുന്നതിന്, അതായത് അവർക്ക് ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടി ഒക്കെയാണ് ഈ നൈഡോബ്ലാസ്റ്റ് ഇവർക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. സോ നൈഡോബ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരുപാട് സ്ട്രക്ചേഴ്സ് ഓരോ സീലൻഡ്രേറ്റ മെമ്പേഴ്സിന്റെയും ടെൻഡക്കിൾസിൽ കാണാൻ പറ്റും. സോ സെക്കൻഡ് ഫൈലം നമ്മൾ പഠിച്ചു, ദാറ്റ് ഈസ് സീലൻഡ്രേറ്റ ഓർ നിഡേറിയ. നിഡേറിയയ്ക്ക് ആ പേര് കിട്ടാനുള്ള കാരണം നൈഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഇവരുടെ ടെൻഡക്കിൾസിൽ ഉള്ളതുകൊണ്ടാണ്. അടുത്ത ഗ്രൂപ്പാണ് ഫൈലം ടീനോഫോറ. സോ ഇവരെയും നമുക്ക് എക്സ്ക്ലൂസീവ്ലി മറൈൻ ഹാബിറ്റാറ്റിലാണ് കാണാൻ പറ്റുന്നത്. ഇതിനു മുൻപ് പഠിച്ച പോറിഫെറ, നിഡേറിയ, ഇത് രണ്ടും മറൈൻ അക്വാട്ടിക് ഹാബിറ്റാറ്റിലാണ് കാണുന്നത്. തേർഡ് ഫൈലായിട്ടുള്ള ടീനോഫോറയും നമുക്ക് അക്വാട്ടിക് ഹാബിറ്റാറ്റിലാണ് കാണാൻ പറ്റുന്നത്. ഈ ഗ്രൂപ്പിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ബയോലൂമിനസെൻസ് ആണ്. ദാറ്റ് ഈസ് ഈ ഓർഗാനിസംസിന് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഈ ഫൈലത്തിന്റെ മറ്റൊരു പേരാണ് സീ വാൾനട്ട്സ് ഓർ കോം ജെല്ലീസ്. അവർക്ക് ഏകദേശം വാൾനട്ട് ഷേപ്പാണ്, അതുകൊണ്ടാണ് അവരെ സീ വാൾനട്ട് എന്ന് വിളിക്കുന്നത്. ഇവരെ കോം ജെല്ലീസ് എന്ന് വിളിക്കാൻ കാരണം ഇവരുടെ ബോഡിയിൽ 8 റോസിലായിട്ട് സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഒരു കോംബ് പോലെ ആയിരിക്കും ഇതിൽ സീലിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെ കോം ജെല്ലീസ് എന്ന് പറയുന്നത്. ഫോർത്ത് ഫൈലം ആണ് പ്ലാറ്റി ഹെൽമിൻഡേസ്. ഇവരുടെ മറ്റൊരു പേരാണ് ഫ്ലാറ്റ് വോംസ്. സോ ഈ പ്ലാറ്റി ഹെൽമിൻഡസ് ആൻഡ് ഫ്ലാറ്റ് വോംസ് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ദാറ്റ് ഈസ് പ്ലാറ്റി ഫ്ലാറ്റ് എന്ന രീതിയിൽ നമുക്ക് പഠിക്കാം. ഇവരെ നമുക്ക് മറൈൻ എൻവയോൺമെന്റിൽ കാണാൻ പറ്റില്ല. ഇവർ ജീവിക്കുന്നത് ആനിമൽസിന്റെ ഉള്ളിൽ പാരസൈറ്റ്സ് ആയിട്ടാണ് ഇവർ ജീവിക്കുന്നത്. സോ ദേ ആർ കോൾഡ് എൻഡോ പാരസൈറ്റ്. എൻഡോ മീൻസ്
ഉള്ളിൽ, ഇൻസൈഡ്. സോ ഇവർ ആനിമൽസിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന പാരസൈറ്റ്സ് ആണ്. നിങ്ങൾക്കറിയാലോ 2 ടൈപ്പ് പാരസൈറ്റ്സ് ഉണ്ടാവും, എൻഡോ പാരസൈറ്റ്സ് ആൻഡ് എക്സോ പാരസൈറ്റ്. എക്സോ പാരസൈറ്റിന് എക്സാമ്പിളാണ് നമ്മളുടെ തലയിലെ പേൻ, ലീച്ചൊക്കെ എക്സോ പാരസൈറ്റിന് എക്സാമ്പിളാണ്. എന്നാൽ എൻഡോ പാരസൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഉള്ളിലുള്ള നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡൊക്കെ യൂസ് ചെയ്ത് ജീവിക്കുന്നവരാണ് എൻഡോ പാരസൈറ്റ് എന്ന് പറയുന്നത്. എൻഡോ പാരസൈറ്റിന് എക്സാമ്പിളാണ് ഫ്ലാറ്റി ഹെൽമിന്തേസിലെ മെമ്പേഴ്സ്. സോ ഫ്ലാറ്റി ഹെൽമിന്തേസിലെ ഒരു മെമ്പറാണ് ടീനിയ ഓർ ടേപ്വേം. നാടവിര എന്നൊക്കെ പറയുന്നത് ഈ ഫ്ലാറ്റി ഹെൽമിന്തേസിലെ ഒരു മെമ്പറാണ്. സോ ഇവരുടെ ബോഡി എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിരിക്കും, ഒരു റിബൺ ഒക്കെ പോലെയാണ് ഇവരുടെ ബോഡി ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി ആയിരിക്കും ഇവരുടേത്. ആൻഡ് ഈ ഫൈലയിലുള്ള മെമ്പേഴ്സ് എല്ലാം തന്നെ എൻഡോ പാരസൈറ്റ് ആണ്, അതായത് ആനിമൽസിന്റെ ഉള്ളിൽ ജീവിക്കുന്ന പരാദജീവികൾ എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഓർഗാനിസംസ് ആണ് ഫ്ലാറ്റി ഹെൽമിന്തേസിലെ മെമ്പേഴ്സ്. നെക്സ്റ്റ് ഗ്രൂപ്പാണ് ആസ്കെൽമിന്തേസ് ഓർ റൗണ്ട് വോം. ഇവര് ഫ്ലാറ്റി ഹെൽമിന്തേസിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. ഇവര് ഫ്രീ ലിവിംഗ് ആയിട്ട് കാണാൻ പറ്റും, പാരസൈറ്റിക് ആയിട്ട് കാണാൻ പറ്റും, അക്വാട്ടിക് ആയിട്ട് കാണാൻ പറ്റും, ടെറസ്ട്രിയൽ ആയിട്ട് കാണാൻ പറ്റും. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഓർഗാനിസംസ് ഉണ്ടാവും ഇവരുടെ ഗ്രൂപ്പിൽ. മാത്രമല്ല ഫ്രീ ലിവിംഗ് ആയിട്ട് ജീവിക്കുന്ന ഓർഗാനിസംസ് ഉണ്ടാവും, അതുപോലെ തന്നെ പാരസൈറ്റ് ആയിട്ട് ജീവിക്കുന്ന ഓർഗാനിസംസും കാണാൻ പറ്റും. ഇവരെ റൗണ്ട് വോം എന്നാണ് വിളിക്കുന്നത്. അതിന് കാരണം എന്തായിരിക്കും? ഇവരുടെ സെഗ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിലുള്ള സ്ട്രക്ചർ ആണ് കിട്ടുക. സോ ഫ്ലാറ്റി ഹെൽമിന്തേസ് ആർ പ്ലാറ്റ്ഫോംസ്, ആസ്കെൽമിന്തേസ് ആർ റൗണ്ട് വോം. ഇതിന്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് അസ്കാരിസ്. ഈ 2 ഗ്രൂപ്പ്, അതായത് 4th and 5th ഫൈല ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ഒന്ന് ഫ്ലാറ്റ് വോം ആണ്, മറ്റത് റൗണ്ട് വോം ആണ്. ഫ്ലാറ്റി ഹെൽമിന്തേസ് ആൻഡ് ആസ്കെൽമിന്തേസ്. 6th ഫൈല ആണ് അനലിഡ. അനലിഡയുടെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് എർത്ത് വോം. സോ ഇതിലെ മെമ്പേഴ്സിനെ നമുക്ക് അക്വാട്ടിക് ഓർ ടെറസ്ട്രിയൽ, ഫ്രീ ലിവിംഗ് ഓർ പാരസൈറ്റിക് ഏത് ഫോമിൽ വേണമെങ്കിലും കാണാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് ആസ്കെൽമിന്തേസ്. മണ്ണിര, ദാറ്റ് ഈസ് എർത്ത് വോം, ലീച്ച്, അട്ട തുടങ്ങിയ ഓർഗാനിസംസ് ഒക്കെ വരുന്നത് ഈ അനലിഡ എന്ന ഫൈലത്തിലാണ്. സോ ഈ അനലിഡ എന്ന പേരിന്റെ മീനിങ് അല്ലെങ്കിൽ ഈ പേര് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ദാറ്റ് ഈസ് അനലസ് മീൻസ് സ്മോൾ റിങ്സ്. അപ്പം ഇവരുടെ ഒക്കെ ബോഡി എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം അട്ട ആയിക്കോട്ടെ അല്ലെങ്കിൽ മണ്ണിര എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇവരുടെ എല്ലാം ബോഡി റൗണ്ട് ആയിട്ടുള്ള ഒരുപാട് സ്മോൾ റിങ്സ് ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ ഇവരുടെ എൻറ്റയർ ബോഡി റൗണ്ട് റിങ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇവരെ അനലിഡ എന്ന് പറയുന്നത്. അടുത്ത ഫൈലാണ് ആർത്രോപോഡ. ആർത്രോപോഡ എന്ന് പറയുന്നത് ഇൻസെക്ട് ഫൈലാണ്. ദാറ്റ് ഈസ് അനിമേലിയയിലെ ഏറ്റവും വലിയ ഫൈലം ആണ് ആർത്രോപോഡ. ദാറ്റ് ഈസ് ലാർജസ്റ്റ് ഫൈലം ഓഫ് അനിമേലിയ. അതിന് എക്സാമ്പിൾസ് ആണ് ബട്ടർഫ്ലൈസ്, ഇൻസെക്ട്സ്, പ്രോൺ. ഇങ്ങനെ നമ്മൾ കാണുന്ന ഭൂരിപക്ഷം വരുന്ന ചെറിയ ഓർഗാനിസംസും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആർത്രോപോഡ എന്ന ഫൈലത്തിലാണ്. ഈ ആർത്രോപോഡ എന്ന വേർഡിന്റെ മീനിങ് ആർത്രോസ് മീനിങ് ജോയിന്റ് ആൻഡ് പോഡ മീനിങ് അപ്പൻഡേജസ്. ദാറ്റ് ഈസ് ജോയിന്റഡ് അപ്പൻഡേജസ് കൂടിയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ആർത്രോപോഡയിൽ കാണാൻ പറ്റുന്നത്. അതിനൊരു കോമൺ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ചെമ്മീൻ, പ്രോണിനെ ഡിസ്കസ് ചെയ്യാം. സോ പ്രോണിനെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അവരുടെ അപ്പൻഡേജസ് എല്ലാം തന്നെ ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ 7th ഫൈലം നമ്മൾ ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് ആർത്രോപോഡ. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് കിങ്ഡം അനിമേലിയ. 8th ഫൈലാണ് മൊലസ്ക. മൊലസ്ക ആണ് സെക്കൻഡ് ലാർജസ്റ്റ് ആനിമൽ ഫൈലം എന്ന് പറയുന്നത്. മൊലസ്കയുടെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനി ആനിമൽ ദാറ്റ് ഹാസ് എ സോഫ്റ്റ് ബോഡി, നോ സ്പൈൻസ് ആൻഡ് ഈസ് ഓഫ്റ്റൻ കവേർഡ് വിത്ത് ഷെൽ ആർ കോൾഡ് മൊലസ്ക്സ്. അതായത് അവർക്ക് സോഫ്റ്റ് ബോഡി ആയിരിക്കും, അവരുടെ ബോഡി കവർ ചെയ്തുകൊണ്ട് നമുക്ക് ഷെല്ല് കാണാൻ പറ്റും. മാത്രമല്ല ഇവരുടെ ബോഡിയിൽ നമുക്ക് സ്പൈൻസ് കാണാൻ പറ്റില്ല. അതിന് എക്സാമ്പിൾ ആണ് പൈല എന്ന് പറയുന്ന ഓർഗാനിസം, അതുപോലെ തന്നെ ഒച്ച്, സ്നെയിൽ ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അടുത്തത് 9th ഫൈലം ആണ്. ദാറ്റ് ഈസ് എക്കിനോഡെർമേറ്റ. എക്കിനോഡെർമേറ്റയുടെ പ്രത്യേകത അതിന്റെ പേരിൽ തന്നെയുണ്ട്. ദാറ്റ് ഈസ് എക്കിനോ മീൻസ് സ്പൈൻസ് ആൻഡ് ഡെർമ മീൻസ് ബോഡി ഓർ സ്കിൻ. അതായത് ദേ ആർ സ്പൈനി ബോഡീഡ് ഓർഗാനിസംസ്. അവരുടെ ബോഡിയിൽ സ്പൈൻസ് കാണാൻ പറ്റും. സോ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നത് അസ്റ്റേറിയാസ്, ദാറ്റ് ഈസ് സ്റ്റാർ ഫിഷ് ആണ്. സോ സ്റ്റാർ ഫിഷിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിന്റെ ബോഡി കുറച്ച് റഫ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ബോഡി നിറച്ച് സ്പൈൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. സോ Echinodermata means spiny bodied organism. Example is Asterias or starfish. 10th ഫൈലമാണ് ഹെമികോഡേറ്റ. ഹെമികോഡേറ്റ ആദ്യം പ്ലേസ് ചെയ്തിരുന്നത് കോഡേറ്റയിലെ ഒരു സബ് ഫൈലം ആയിട്ടായിരുന്നു ഹെമികോഡ ആദ്യം കൺസിഡർ ചെയ്തിരുന്നത്. പിന്നീട് അതിനെ നോൺ കോഡേറ്റയിലെ തന്നെ സെപ്പറേറ്റ് ഒരു ഫൈലം ആയിട്ടാണ് ഇപ്പൊ കൺസിഡർ ചെയ്യുന്നത്. സോ ഹെമികോഡേറ്റയിലെ മെമ്പേഴ്സ് എല്ലാവരും വേം ലൈക്ക് മറൈൻ ആനിമൽസ് ആയിരിക്കും.
ഈ ഗ്രൂപ്പിലുള്ള ഈ ഫൈലത്തിലുള്ള ഒരുപാട് മെമ്പേഴ്സിനെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹെമികോഡേറ്റ ഇപ്പോൾ ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് വോം ലൈക്ക് മറൈൻ ആനിമൽസിന്റെ ഒരു കൂട്ടമാണ്. സോ ഇതിന് എക്സാമ്പിൾ ആണ് ബെലാനോഗ്ലോസസ് എന്ന മറൈൻ വോം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫൈലം ഈസ് കോഡേറ്റ. സോ ഇത്രയും നമ്മൾ പഠിച്ച എല്ലാ ഗ്രൂപ്പുകളും തന്നെ ഇൻവേർട്ടിബ്രേറ്റ്സ് ആയിരുന്നു. ഇൻവേർട്ടിബ്രേറ്റ്സ് മീൻസ് അവർക്ക് നട്ടെല്ല് എന്ന് പറയുന്ന അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം എന്ന സ്ട്രക്ചർ കാണാൻ പറ്റില്ല. കോഡേറ്റ ആണ് വെർട്ടിബ്രേറ്റ് എന്നറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് അവർക്ക് അഡൽട്ട് സ്റ്റേജ് ആവുമ്പോൾ അല്ലെങ്കിൽ അവർ മെച്യൂർ ആവുമ്പോൾ അവർക്ക് വെർട്ടിബ്രൽ കോളം കാണാൻ പറ്റും. ഇങ്ങനെ ഈ വെർട്ടിബ്രൽ കോളം ഉണ്ടാവാനുള്ള കാരണം നോട്ടോകോഡ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. എംബ്രിയോണിക് സ്റ്റേജ് അല്ലെങ്കിൽ നമ്മൾ ഭ്രൂണമായിരിക്കുമ്പോൾ നമുക്ക് വെർട്ടിബ്രൽ കോളം ഉണ്ടാവില്ല. അതിന് പകരം നോട്ടോകോഡ് എന്ന് പറയുന്ന ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചറാണ് കാണാൻ പറ്റുന്നത്. ഈ സ്ട്രക്ചർ പിന്നീട് നമ്മൾ മെച്യൂർ ആവുമ്പം അല്ലെങ്കിൽ ഒരു ഭ്രൂണം അല്ലെങ്കിൽ എംബ്രിയോ ഒരു ഓർഗാനിസം ആയിട്ട് മാറുമ്പം ഈ നോട്ടോകോഡ് റീപ്ലേസ് ചെയ്തിട്ട് വെർട്ടിബ്രൽ കോളം ആയിട്ട് മാറുന്നു. അതായത് ഈ കോഡേറ്റ്സിലെ എല്ലാ മെമ്പേഴ്സിനും നോട്ടോകോഡ് എന്ന സ്ട്രക്ചർ കാണാൻ പറ്റും. 11 ഫൈലയുടെ പേരുകൾ എന്തൊക്കെയാണെന്നും അത് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ വിളിക്കുന്നതെന്നും ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിത് ഫസ്റ്റ് തൊട്ട് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ദാറ്റ് ഈസ് ആനിമൽ കിങ്ഡത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് പാരാസോവ ആൻഡ് യൂമെറ്റാസോവ. പാരാസോവ എന്ന് പറയുന്നത് അതിൽ ഒരൊറ്റ ടൈപ്പ് ഓഫ് സെൽസ് മാത്രമേ അവരവരുടെ ലൈഫ് സൈക്കിളിൽ കാണിക്കുകയുള്ളൂ. അതിന് എക്സാമ്പിൾ ആണ് പോറിഫെറ. ആൻഡ് യൂമെറ്റാസോവ എന്ന് പറയുന്നത് അവരവരുടെ ലൈഫ് സൈക്കിളിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ യൂമെറ്റാസോവ എന്ന് പറയുന്നത്. പാരാസോവയിൽ വരുന്നത് ഒരേ ഒരു ഫൈലം മാത്രമാണ്. ദാറ്റ് ഈസ് പോറിഫെറ. പോറിഫെറ മീൻസ് അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ ബോഡി മൊത്തം പോഴ്സ് ആയിരിക്കും. ദേ ആർ പോർ ബിയറിംഗ് ഓർഗാനിസംസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. മറൈൻ എൻവയോൺമെന്റിൽ അക്വാട്ടിക് എൻവയോൺമെന്റിൽ ജീവിക്കുന്നവരാണ്. അതിനുശേഷം നെക്സ്റ്റ് വരുന്ന ഗ്രൂപ്പാണ് സീലൻഡ്രേറ്റ. സീലൻഡ്രേറ്റയ്ക്ക് മറ്റൊരു പേരുണ്ട്. ദാറ്റ് ഈസ് നിഡേറിയ. നിഡേറിയയ്ക്ക് ആ പേര് കിട്ടാനുള്ള കാരണം നൈഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണ്. ആൻഡ് അതിന് എക്സാമ്പിൾ ആണ് ജെല്ലി ഫിഷ്. അടുത്ത ഗ്രൂപ്പാണ് ടീനോഫോറ. ടീനോഫോറ എന്ന് പറയുന്നത് ഈ നിഡേറിയയിലെ മെമ്പേഴ്സിനെ പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ അവരെ ഡിഫറെന്റ് ആക്കുന്നതിനുള്ള ഒരു കാരണം അവർക്ക് ബയോലൂമിനസെൻസ്, അവരുടെ ബോഡിക്ക് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. മാത്രമല്ല ഈ ഓർഗാനിസംസിനെ തന്നെയാണ് സീ വാൾനട്ട് ഓർ കോം ജെല്ലീസ് എന്നൊക്കെ വിളിക്കുന്നത്. സീ വാൾനട്ട് എന്ന് വിളിക്കുന്നത് അതിന് വാൾനട്ട് ഷേപ്പ് ആയതുകൊണ്ടാണ്. കോം ജെല്ലീസ് എന്ന് പറയുന്നത് ഇവർക്ക് 8 റോസ് ആയിട്ട് കോമ്പ് പോലെ സീലിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരെ കോം ജെല്ലീസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന 2 ഫൈലാസും പാരസൈറ്റ്സ് ആണ്. ദേ ആർ പ്ലാറ്റിഹെൽമിന്തേസ് ആൻഡ് ആസ്കെൽമിന്തേസ്. പ്ലാറ്റിഹെൽമിന്തേസിന് മറ്റൊരു പേരുകൂടി ഉണ്ട്. ദാറ്റ് ഈസ് ഫ്ലാറ്റ് വോം. അതായത് അവരുടെ ബോഡി ഫ്ലാറ്റ് ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഗ്രൂപ്പാണ് ആസ്കെൽമിന്തസ്. ആസ്കെൽമിന്തസിന്റെ മറ്റൊരു പേരാണ് റൗണ്ട് വോം. ബിക്കോസ് ഇവരുടെ സെക്ഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇവരെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റൗണ്ട് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് കാണാൻ പറ്റുന്നത്. ആസ്കെൽമിന്തസും ഒരു പാരസൈറ്റ് ആണ്. അടുത്ത ഗ്രൂപ്പാണ് അനലിഡ. അനലിഡയ്ക്ക് എക്സാമ്പിൾ ആണ് എർത്ത് വോം. അനലിഡയ്ക്ക് ആ പേര് കിട്ടാനുള്ള കാരണം അന്യൂൾസ്, അതായത് സ്മോൾ റിങ്സ് ആണ്. അവരുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് സ്മോൾ റിങ്സ് വെച്ചിട്ടാണ്. അതായത് മണ്ണിരയുടെ ഒക്കെ ബോഡി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അതിൽ അവരുടെ ബോഡി അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്മോൾ റിങ്സ് ആയിട്ടാണ്. അതുകൊണ്ടാണ് ഇവരെ അനലിഡ എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത ഗ്രൂപ്പ് ദാറ്റ് ഈസ് 7th ഫൈലാണ് ആർത്രോപോഡ. ആനിമൽ കിങ്ഡത്തിലെ ഏറ്റവും വലിയ ഫൈലാണ് ആർത്രോപോഡ. ദാറ്റ് ഈസ് ലാർജസ്റ്റ് ഫൈലം ഓഫ് ആനിമൽ കിങ്ഡം. ഡിഫറെന്റ് ഇൻസെക്ട്സിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആർത്രോപോഡയിലാണ്. ഇതിന് ആ പേര് കിട്ടാനുള്ള കാരണം ദേ ആർ ജോയിന്റഡ് അപ്പൻഡേജസ് ഉള്ള ഓർഗാനിസംസ് ആണ്. ആർത്രോസ് മീൻസ് ജോയിന്റ്സ് ആൻഡ് പോഡ മീൻസ് അപ്പൻഡേജസ്. ദാറ്റ് മീൻസ് ദീസ് ഓർഗാനിസംസ് ഹാവ് ജോയിന്റഡ് അപ്പൻഡേജസ്. അടുത്ത ഗ്രൂപ്പാണ് മൊലസ്ക. മൊലസ്ക എന്ന് പറയുന്നത് സോഫ്റ്റ് ബോഡിയുടെ ഓർഗാനിസംസ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് പൈല, സ്നെയിൽ, ഒക്ടോപ്പസ് തുടങ്ങിയ ഓർഗാനിസംസ്. അടുത്ത 3 ഗ്രൂപ്പുകൾ അവരുടെ പേരിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ദാറ്റ് ഈസ് എക്കിനോഡെർമേറ്റ, ഹെമികോഡേറ്റ ആൻഡ് കോഡേറ്റ. എക്കിനോഡെർമേറ്റ മീൻസ് എക്കിനോ മീൻസ് സ്പൈൻസ്, ഡെർമേറ്റ മീൻസ് ബോഡി. അപ്പം ഇവരുടെ ബോഡി എന്ന് പറയുന്നത് സ്പൈനി ബോഡി ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് സ്റ്റാർഫിഷ് ആൻഡ് ഹെമികോഡേറ്റ. ഹെമികോഡേറ്റ എന്ന് പറയുന്നത് ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് വോം ലൈക്ക് മറൈൻ ആനിമൽസ്. അതിന്റെ ഒരു കൂട്ടമാണ് ഫൈലം ഹെമികോഡേറ്റ എന്ന് പറയുന്നത്. അടുത്ത ഗ്രൂപ്പാണ് കോഡേറ്റ. കോഡേറ്റ എന്ന് പറയുന്നത് നോട്ടോകോഡ് ഉള്ള ഓർഗാനിസംസിന്റെ ഒരു വലിയ ഫൈലാണ്. ഈ നോട്ടോകോഡാണ് പിന്നീട് വെർട്ടിബ്രൽ കോളായിട്ട് മാറുന്നത്. സോ ദ 11 ഫൈലാസ് ആർ പോറിഫെറ, സീലൻഡ്രേറ്റ ഓർ നിഡേറിയ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തേസ്, ആസ്കെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊലസ്ക, എക്കിനോഡെർമേറ്റ, ഹെമികോഡേറ്റ ആൻഡ് കോഡേറ്റ. സോ ഈ 11 ഫൈല
11 ഫൈലാസും നമ്മൾ ഈ ഓർഡറിൽ തന്നെ ഓർത്ത് വെക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, അതായത് ആനിമൽ ക്ലാസിഫിക്കേഷന്, അതായത് ഇങ്ങനെ 11 ഫൈല ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ മാനദണ്ഡങ്ങളാണ്, ബേസിസ് ആണ് യൂസ് ചെയ്തത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് 11 ഫൈലയുടെ പേര് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഓൺ ദ കമന്റ് സെക്ഷൻ. ഓർ സ്റ്റഡി ബോട്ടണിയെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഇതേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.